സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നമ്മളുടെ ധ്യാന വിഷയം എന്താണ്? നിബന്ധനയും ആസ് എൻ ഇഫക്റ്റ് ഓഫ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ അഥവാ പ്രത്യാഘാതങ്ങൾ. അതെന്താണ്? ഒന്ന് വെളിപാടാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഫലം എന്താണ്? ജീവിതത്തെക്കുറിച്ചുള്ള ആന്തരിക വെളിപ്പെടുത്തലുകൾ. രണ്ടാമത്തത് എന്താ? ഇഫക്റ്റ് ഓഫ് ലവ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എന്ന് പറഞ്ഞേ, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കും. അതാണ് സംഭവം. ഈ എപ്പോഴും അച്ഛൻ പറയും, ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ മാതാവ് കൂടെ വരും എന്നൊക്കെ പറയത്തില്ലേ? അത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാകുമെന്നാണ്. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാകണത് അതിൻ്റെ വചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഈ യോഹന്നാൻ്റെ സുവിശേഷം 14:23 നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് ഒന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കും. അപ്പൊ ദൈവത്തിൻ്റെ വസിപ്പ് ഉറപ്പുവരുത്തുന്നത് എന്താണ്? ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുമ്പോഴാണ്. ഈ നിബന്ധനകൾ സംഭവം ഭയങ്കര ഒരു മാഗ്നറ്റാണ് ശരിക്കും. നിബന്ധനകൾ നിങ്ങൾ എഴുതി, 6 നിബന്ധനകളില്ലേ? 6 നിബന്ധനകളുടെ എന്ന് അത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഫലമെന്ന് പറയണത് അത് ദൈവസ്നേഹത്താലാണ് നമ്മൾ ചെയ്യണത്. ചെയ്ത് കഴിയുമ്പോൾ നമ്മളെയും ദൈവത്തെയും തമ്മിൽ ഐക്യപ്പെടുത്തും. അപ്പോൾ അതിന് കുറേ ഇഫക്റ്റുകളുണ്ടാകും. അതിലൊരു ഇഫക്റ്റാണ് പ്രിലിമിനറി. അതിൻ്റെ പ്രിൻസിപ്പൽ ഇഫക്റ്റ് എന്താ? അതിൻ്റെ മുഖ്യമായ ഒരു ബലമെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ കാശുരൂപമൊക്കെ ധരിച്ച് കൂടെ കൊണ്ട് നടക്കുന്നത്. കാര്യം ഉടമ്പടി നിബന്ധന സ്നേഹത്തോടെ പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ വസിപ്പ് നമ്മളിൽ ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ദൈവിക അടയാളമായിട്ട് കാശുരൂപങ്ങളൊക്കെ നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയണത്, ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഈശോ എന്നാ പറഞ്ഞത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞ് എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയോ എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കാൻ മറ്റൊരാശ്വാസകനെ അവിടുന്ന് അയച്ചു തരികയും ചെയ്യും. അത് നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ എന്ന് പറഞ്ഞേ, മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. അപ്പോൾ ഈ നിബന്ധന പരിശുദ്ധാത്മാവിനെ കൂടി സ്വീകരിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ വളരെ പാകതയോടെയാണ്
നിങ്ങൾ ശരിക്കും നിബന്ധനകളെ ശ്രദ്ധിക്കേണ്ടത്. കാര്യം പിതാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒക്കെ നമുക്ക് ഈ നിബന്ധനകൾ സ്നേഹത്തോടെ അനുഷ്ഠിക്കുമ്പോഴും അനുവർത്തിക്കുമ്പോഴും നമുക്ക് അവകാശവും ഓഹരിയുമായി മാറുന്നുവെന്നുള്ള വളരെ താത്വികമായ സുവിശേഷ ബോധ്യം എൻ്റെ മക്കളുടെ മനസ്സിൽ ഒരു ആഘോഷത്തിമർപ്പ് ഉണ്ടാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ എപ്പോഴും ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒന്നാം തിങ്കളാഴ്ച, രണ്ടാം ചൊവ്വാഴ്ച, ഒന്നാം തിങ്കളാഴ്ച, തിങ്കളും ചൊവ്വായും എന്താണ്? ഉടമ്പടി ധ്യാനമാണ്. ധ്യാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ആന്തരികമായ ബോധ്യം കിട്ടുകയാണ് ഉടമ്പടി ധ്യാനത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതൊക്കെ യൂട്യൂബിൽ മക്കൾ ഇന്നിപ്പം മറന്നു പോയാലും വിട്ടു ചെല്ലുമ്പോൾ യൂട്യൂബ് കേട്ട് നോക്കിയിട്ട് രണ്ടാമത് അച്ഛൻ എന്നാ പറഞ്ഞതെന്ന് ഓർത്ത് നോക്കി അതിനെ 2-3 പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കണം. അതും കേൾക്കുന്നത് പോലും ദൈവത്തിനോടുള്ള സ്നേഹത്തിലായിരിക്കണം. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. ഈ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ഒരു ദ്രാവകമാണ്. ഇതിൽ നമ്മൾ വ്യത്യസ്തമായ വെള്ളി കളറുകൾ, ചിലപ്പോൾ നീല ചുവന്ന കളറുകൾ, എണ്ണമയം കാണാം. ഇത് മൂത്രമാണ്, വേറെ എന്ത് ദ്രാവകമാണെന്ന് അറിയത്തില്ല. ശരീരത്തിൽ നിന്ന് പോകുന്നൊരു ദ്രാവകമാണ്. ആ ദ്രാവകത്തിന് എണ്ണ മയം പോലെ ഉണ്ട്. ഈ രോഗത്തെ കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. നമ്മൾ കേട്ട വചനം, അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കൂ, എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് ആയിരിക്കാൻ എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുക മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഈ വചനം യോഹന്നാന്റെ സുവിശേഷം 14, 15, 16, 14-ാം അധ്യായം 15-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യമാണ്. നിബന്ധനകൾ നമ്മൾ അർത്ഥവത്തായ ദൈവസ്നേഹത്തോടെ പാലിച്ചാൽ പരിശുദ്ധാത്മാവിന് നമുക്ക് അയച്ചു തരും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവരം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ നോട്ട് നമുക്ക് കിട്ടുന്നത്. എന്ത് ചെയ്യണ്ട, എന്ത് ചെയ്യണമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ ലൈഫിന് വളരെ സുവിശേഷവിഹിതമായിട്ട് നടപ്പിൽ വരുത്താൻ ഇന്ന് സഭയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് ഉടമ്പടി. എൻ്റെ മക്കളത് വളരെ ശ്രദ്ധയോട് വേണം ആ വിഷയം ചെയ്യാൻ, വളരെ ശ്രദ്ധയോട് കൂടി. കാര്യം ഇത് നിബന്ധനകളാണ് ഇതിൻ്റെ ശരിക്കും ഹൃദയമെന്ന് പറയണത്, സ്പന്ദനം. ആ നിബന്ധനകൾ നമ്മൾ എങ്ങനെ സ്നേഹത്തോടെ നിറവേറ്റുന്നു, അതനുസരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വന്നുകൊണ്ടിരിക്കും.
അതനുസരിച്ച് വെളിപാടുകൾ വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്തും ചോദിക്കാൻ. അപ്പം ചോദിക്കുമ്പോഴുള്ള ഒരു വിഷയമെന്ന് പറയണത്, ഈ ആത്മാവിനെ നമ്മൾ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ പറ്റിയ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. കാര്യം എന്താ? ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. 14-17 അനുസരിച്ച് യോഹന്നാൻ്റെ സുവിശേഷം. ഇപ്പം ലോക അരൂപിയ നിലനിൽക്കുന്ന കാര്യങ്ങൾ ചോദിക്കരുത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ചില ആൾക്കാരൊക്കെ ഉടമ്പടിയിൽ ഇട്ടിരിക്കണത് അവർ ഇൻ്റർകാസ്റ്റ് മാരേജിന് വേണ്ടി ലവ് അടിച്ച് അഫയർ ആക്കിയിരിക്കുകയാണ്. അത് മാതാവ് ചെയ്ത് കൊടുക്കാനാണ്. മാതാവിന് എന്താ 3-ാം പരിപാടിയാണ്. അപ്പം ഇങ്ങനെ ഈ ആത്മാവിനെ, അതായത് നാളെ നിങ്ങളുടെ ആത്മാവിനെ അപകടപ്പെടുത്തുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയണത്, കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതൊന്നും പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. ഇപ്പോൾ 1 യോഹന്നാൻ്റെ 2:17 കണ്ണിൻ്റെ ദുരാശ. അപ്പോൾ ഈ ഞാൻ മുമ്പ് പറഞ്ഞ കേസ് കെട്ടൊക്കെ ആ വകുപ്പിലുള്ളതാണ്. ഇപ്പം ചില ആൾക്കാരൊക്കെ FP പോസ്റ്റ് ഇട്ടിട്ടില്ലേ, ആ പെണ്ണ് കല്യാണം കഴിച്ചത് കൂദാശ വെച്ചാണ്, കൂദാശ ചെയ്യാതെയാണ്, പള്ളി അറിഞ്ഞാണ്, പള്ളി അറിയാതെയാണ്. നാണം കെട്ട പരിപാടിയല്ലേ ഒരു ക്രിസ്ത്യാനിക്ക് ഇങ്ങനെ വന്ന് സംഭവിക്കണത്. കാര്യം കർത്താവിൻ്റെ ഉന്നതമായ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ ദുർമാതൃകയായിട്ട് ജീവിക്ക്, അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും നിത്യരക്ഷ കിട്ടാത്ത രീതി വരുമ്പോൾ സാധാരണ ദൈവത്തെ അറിയാത്തവരും അറിഞ്ഞവരും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു ഉതപ്പല്ലേ ജി? ഉതപ്പിൻ്റെ സാഹചര്യങ്ങൾ ചെന്ന് മോഹിപ്പിക്കപ്പെടുമ്പോൾ വീണു പോണത് ക്രെഡിറ്റാണ്. മീഡിയ പറയും ക്രെഡിറ്റാണെന്ന്. പക്ഷേ കർത്താവിൻ്റെ വചനങ്ങൾക്ക് ഇല്ല. എന്താണ്? ഇതൊന്നും നിലനിൽക്കാത്ത കാര്യങ്ങളാണ്. നിലനിൽക്കാത്ത കാര്യങ്ങൾ ക്രെഡിറ്റാണെന്ന് പറഞ്ഞാൽ നിലനിൽക്കത്തില്ല മക്കളെ. അത് എന്താണ് നിലനിൽക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയും. എന്താണ് നിലനിൽക്കുന്നത്? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാവട്ടെ, എന്നേക്കും നിലനിൽക്കുന്നു. We want eternal existence. നമുക്ക് വേണ്ടത് എന്താണ്? നിത്യമായ നിലനിൽപ്പാണ്. 5 കൊല്ലത്തേക്കും 50 കൊല്ലത്തേക്കുമുള്ള നിലനിൽപ്പല്ല. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം. എന്തുകൊണ്ടാണ്? എന്തെങ്കിലും മോഹപലയം കാണുമ്പോൾ, കണ്ണിലെ ദുരാശ കാണുമ്പോൾ, ശരീരത്തിൻ്റെ അഹന്ത കാണുമ്പോൾ നീ ദൈവത്തെ മറന്നാൽ ദൈവം നിങ്ങളെ എന്നെ ഓർക്കണമെന്നാണ്. ദൈവത്തെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല, ഒരാഗ്രഹവുമില്ല. അഥവാ എന്തെങ്കിലും ആശയം ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ദുരാശ, കണ്ണിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത കൊണ്ട് നിൻ്റെ ദൈവം നിൻ്റെ മനസ്സിൽ നിന്ന് എന്നേ കാലം മറഞ്ഞു പോകുമ്പോൾ എന്ത് പറയും? ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് ദൈവം ഇരുന്നില്ലെങ്കിൽ സാത്താൻ കയറി ഇരിക്കുമ്പോൾ മീഡിയ ചിലപ്പോൾ അത് ആഘോഷമാക്കും. പക്ഷെ എന്തിൻ്റെ ആഘോഷമാണ്? നിൻ്റെ ആത്മാവ് മരിച്ചതിൻ്റെ ആഘോഷം. കൈയടിച്ച് കർത്താണ്. തോന്നണേ എന്നിൽ അറിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. വിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് ഞാൻ ദൈവമാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മഞ്ജു. ഞാൻ വരുന്നത് വയനാട് ജില്ലയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് 2022 സൗദിയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്താണ്. ആ സമയത്ത് അവിടെ കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ സാലറി പെൻഡിങ് വരികയും ഞാൻ അവിടെ എക്സിറ്റ് വെച്ചിരുന്ന സമയമായിരുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് ഏകദേശം ഒരു 74,500 സൗദി റിയാലോളം പെൻഡിങ്ങിൽ വന്നത് കാരണം ഞങ്ങൾ എക്സിറ്റ് വെച്ചിട്ടും ഞങ്ങൾക്കൊന്ന് പോരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ആ സമയത്താണ് ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് വഴി യൂട്യൂബ് സാക്ഷ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയും അതേ തുടർന്ന് ഞാൻ 2-3 ഉടമ്പടി സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനം കൂടുവാനും ഇടയായി. ഈ സാഹചര്യത്തിൽ എക്സിറ്റ് വെച്ച് ഞാൻ 3 മാസമായി ഇരിക്കുന്ന സമയത്ത് പോലും പല രീതിയിലും മാനേജ്മെൻറ്റിനോട് പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അതിൻ്റെ ഉള്ള എമൗണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുകയോ അതിനുള്ള പൈസ തരാമെന്ന് പറയുമ്പോൾ അല്ലാതെ അത് കിട്ടാനുള്ള ഒരു മാർഗ്ഗങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല.
ഞാൻ തുടർച്ചയായി 3 ആഴ്ച അച്ഛൻ്റെ യൂട്യൂബ് സാക്ഷ്യം കേൾക്കാൻ ഇടവരുന്നു. ഇതോടനുബന്ധിച്ച് ഞാൻ ജപമാല മുടങ്ങാതെ ചൊല്ലി. ഇതിനനുബന്ധിച്ച് എനിക്ക് കിട്ടാനുണ്ടായിരുന്ന പൈസയുടെ ഒരു 0.5% എനിക്ക് ഉടനെ തന്നെ ലഭിക്കുകയും അവിടെ നിന്ന് എനിക്ക് എക്സിറ്റ് അടിച്ച് പോരുവാനും ബാക്കി പൈസയുടെ പേയ്മെൻറ്റ് ഞങ്ങളുടെ തന്നെ അറിയുന്ന ഒരു മാനേജ്മെൻറ്റ് വഴി ഞങ്ങൾക്ക് അതിനുള്ള ഒരു എമൗണ്ടായിട്ട് കിട്ടുകയും ചെയ്യാനുള്ള മാർഗമുണ്ടായി. ഇതിനിടയിൽ എനിക്ക് എമർജൻസി ആയിട്ടൊരു സർജറി വേണ്ടി വന്നു. ഈ സർജറിയുടെ മയോമെക്ടമിയും ലാബ് കോളിസിസ്റ്റക്ടമിയും വേണമെന്ന് പറഞ്ഞതിനാൽ എനിക്ക് അവിടെ നിന്ന് പൂർണ്ണമായിട്ടും ആ പൈസ മേടിച്ച് പോരാനൊരു അവസരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് തന്നെ ഈ കൃപാസനത്തിൽ ഒരു ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ ജാനുവരിയിൽ നാട്ടിൽ വരികയും 2020 ജാനുവരിയിൽ എൻ്റെ 2 സർജറി വേണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ സൗദിയിൽ നിന്ന് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന സമയത്ത് ഞാൻ അവിടുന്ന് പോരുമ്പോൾ തന്നെ എനിക്ക് ഈ കൃപാസനത്തെക്കുറിച്ച് ആകെ അറിയുന്നത് യൂട്യൂബ് സാക്ഷ്യം വഴി യൂട്യൂബിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ എന്താ കൃപാസനമെന്നോ ഇവിടെ എന്താ നടക്കുന്നതെന്നോ പൂർണ്ണമായിട്ടുള്ളൊരു വിവരം എനിക്കില്ലായിരുന്നു. എങ്കിലും ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ നേരത്തെ നേർന്നിട്ടുണ്ടായിരുന്നു. ജാനുവരിയിൽ ഞാൻ സൗദിയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് ഇവിടെ വയനാട് ജില്ലയിൽ ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി കൺസൾട്ടേഷൻ എടുത്തപ്പോൾ അവിടെ ഡോക്ടർ എന്നോട് പറഞ്ഞു, മയോമെക്ടമി സർജറി ഇപ്പോൾ ആവശ്യമില്ല, ലാബ് കോളിസിസ്റ്റക്ടമി മതി. അത് മയോമെക്ടമി സർജറിക്ക് ഇപ്പോൾ ഇനി ട്രീറ്റ്മെൻറ്റ് വഴി നോക്കാം, അത്യാവശ്യമായി ലാബ് കോളിസിസ്റ്റക്ടമി മതി എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ജനുവരിയിൽ ലാബ് കോളിസിസ്റ്റക്ടമി സർജറി കഴിഞ്ഞു. ഫെബ്രുവരി 1 മന്ത് എനിക്ക് റെസ്റ്റ് ഉണ്ടായിരുന്നു. മാർച്ച് ആദ്യം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പം എനിക്ക് മാതാവിൻ്റെ രൂപമാണ് ആദ്യമായിട്ട് കിട്ടിയത്. ആ സമയത്ത് ഞാൻ മാതാവിനോട് ഇത്രേ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഞാൻ സൗദിയിൽ നിന്ന് എക്സിറ്റ് അടിച്ചു പോന്നു, ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ എക്സാം ഞാനൊരു OET എക്സാം എഴുതിയിട്ടുണ്ട്. OET എക്സാം എഴുതിയ സ്കോറ് എനിക്ക് നിലവിലുള്ള രാജ്യങ്ങളിലേക്കുള്ളത് എല്ലായിടത്തേക്കും ഒരു പ്രാവശ്യം കൂടി എഴുതാതെ കിട്ടില്ല. ആ സമയത്ത് ഞാൻ ഇറ്റാലിയൻ ലാംഗ്വേജ് ഏകദേശം A2 ലെവൽ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ പ്രോസസ്സിങ് എല്ലാം പൂർത്തിയായി. അതിൽ ലാംഗ്വേജ് ബേസിൻ്റെ വിസ വരണമെന്നുള്ള ഒരു പേപ്പർ വാല്യുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ എന്താണ് പൂർണ്ണമായിട്ടൊരു OET റിസൾട്ട് പോലും എഴുതിയിട്ട് പൂർണ്ണമായും ഒരു തീരുമാനമെടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ മാതാവിനോട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയണമെന്ന് പ്രാർത്ഥിച്ചു. അതിനിടയിൽ ഞാൻ ഇറ്റലിയുടെ പ്രോസസ്സിങ് തീർന്നു. അതിൻ്റെ വിസയ്ക്ക് വേണ്ടി ഞാൻ വിസ വിട്ടാൻ വേണ്ടിയുള്ള ലാസ്റ്റ് ആപ്ലിക്കേഷനിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ആദ്യം OET എഴുതിയ ഒരു സബ്മിഷന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴോ ഒരു പ്രാവശ്യം ഒരു ഏജൻസിയിൽ ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തിരുന്നു. മാതാവിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയതിന് ശേഷം എനിക്ക് ന്യൂസിലൻഡിലൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും ദൈവാനുഗ്രഹത്താൽ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടുകയും ചെയ്തു. ഇൻ്റർവ്യൂ നടന്ന് അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ 4 വീലർ ഓടിക്കുന്നുണ്ടായിരുന്നില്ല, എനിക്ക് 2 വീലർ ലൈസൻസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 4 വീലർ ലൈസൻസ് ഇല്ലാതെ വിസ കിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ 4 വീലർ പഠിക്കാനായിട്ട് ഇവിടെ ചേർന്നു. എല്ലാ ദിവസവും ഞാൻ പാസ്പോർട്ട് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി എനിക്കിവിടെ ഞാൻ ടെസ്റ്റ് പാസ്സായി. പക്ഷേ ഞങ്ങളുടെ ഒരു ഓഫീസർ ലൈസൻസ് ടെസ്റ്റ് കിട്ടാൻ ലൈസൻസ് സൈൻ ചെയ്ത് തരേണ്ട ഓഫീസർ നെക്സ്റ്റ് ഡേ തന്നെ ലീവിന് പോവുകയും കറക്റ്റ് ടൈമിന് ആ ലൈസൻസ് സബ്മിറ്റ് ചെയ്യാൻ വരാതിരിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രോസസ്സിങ് തടസ്സം വരും എന്ന് പൂർണ്ണമായിട്ടും ഞാൻ തീരുമാനിച്ചു. അത് നടക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ നന്നായി പ്രാർത്ഥിക്കുകയും ഞങ്ങളൊരു അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കാമെന്ന് നേർച്ച നേരുകയും ചെയ്തു. അങ്ങനെ ചെയ്ത് അതിൻ്റെ ഈ വിസ സബ്മിഷൻ ചെയ്യേണ്ടതിന് വെറും 2 മണിക്കൂർ മുമ്പ് ആ ഓഫീസർ ആ ലൈസൻസ് സൈൻ ചെയ്ത് കിട്ടിയെന്ന് ഏജൻസി ഞങ്ങളെ അറിയിച്ചു. കറക്റ്റ് ടൈമിന് തന്നെ ഞങ്ങൾക്കത് സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അത് മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതേപോലെ തന്നെ ഞാൻ ഈ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഒത്തിരിയേറെ തടസ്സങ്ങൾ എന്നെ നേരിട്ടുകൊണ്ടിരുന്നു. എൻ്റെ കൂടെ പോകാനായിട്ട് നിന്നിരുന്ന എല്ലാവരും കയറിപ്പോയി. എന്നിട്ടും ഞാൻ ഏജൻസിയിൽ പൈസ എല്ലാം അടച്ചിട്ടും എനിക്ക് പോകാനുള്ള സമയങ്ങളിൽ എൻ്റെ തടസ്സങ്ങളാണ്. എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല, വെയിറ്റ് ചെയ്യാനാണ് ഏജൻസി പറയുന്നത്. നിലവിൽ ഈ ന്യൂസിലൻഡിൽ ജോലി കിട്ടാനുള്ള ജീവിത സാഹചര്യത്തിൽ ഒത്തിരിയേറെ ആളുകൾ തിരിച്ചു പോരേണ്ട സാഹചര്യമുണ്ട്.
ന്യൂസിലൻഡിലാണെങ്കിൽ ജോലി കിട്ടുന്നില്ല. അവിടെ കോഴ്സ് കഴിയുന്ന കുട്ടികളെല്ലാവരും തിരിച്ചു പോരുന്നു. അങ്ങനെയുള്ള ഓരോ സാഹചര്യത്തിലും കയറിപ്പോകാൻ പറ്റാതെ പിടിച്ചു നിൽക്കുമ്പോൾ ഞാനിവിടെ വന്നു. ഞാൻ അച്ഛനെ കണ്ടു. അച്ഛൻ്റെ അടുത്ത് ഞാൻ പാസ്പോർട്ട് കൊടുത്തു. അച്ഛനോട് അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്കൊരു കാശ് രൂപം തന്നു. ഞാൻ അത് വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് കയ്യിലേക്കൊരു തരിപ്പ് വരികയും ഞങ്ങളൊരു ഓർത്തോസ് ഡോക്ടറെ വയനാട്ടിൽ കാണിക്കുകയും ചെയ്തു. അവിടുന്ന് MRI എടുത്തപ്പം ലെംബാറിന് പ്രോബ്ലം ഉണ്ടെന്നും അതിൻ്റെ തരിപ്പാണെന്നും പറഞ്ഞു. ഇത് ഒരു ലെംബാർ ഡിസെക്ടമി ചെയ്യേണ്ടതാണെന്ന് ഓർത്തോ സർജൻസ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ MRI എടുത്തു. ലെംബാറിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഡോക്ടറുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ ആ ഡോക്ടറെ കാണുകയും ഞങ്ങളിങ്ങനെ ഒരു ഫ്രണ്ട്ലി ടോക്കിംഗ് വഴി ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ആ സമയത്ത് ആ ഡോക്ടറുടെ ഭർത്താവ് ഒരു ഓർത്തോ സർജനാണ്. ആ സർജൻ ഈ റിസൾട്ട് കണ്ടപ്പോൾ ഞങ്ങളോട് പറയുകയാണ്, ഒരിക്കലും ഇതൊരു ലെംബാർ സർജറിക്ക് വേണ്ടി പോകേണ്ടതല്ല, ഇതൊരു സ്പൈൻ ഓർത്തോ സർജനെ കാണിക്കേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് മിംസ് ഹോസ്പിറ്റലിൽ സ്പൈൻ സർജൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സർജറി അല്ല, ഒരു ലെംബാർ ഡിസെക്ടമിയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് അറിയാനിട വന്നു. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ സർജറി ഒരു അപകടവും കൂടാതെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ നടത്താൻ എനിക്ക് പറ്റി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്തുകൊണ്ടാണ് മാതാവ് എനിക്ക് വിസ വന്നിട്ടും എനിക്ക് ടിക്കറ്റ് എടുക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ ഒരു 3-4 മാസത്തോളം എനിക്കിവിടെ താമസം വരുത്തിയതെന്ന്. ആ ഒരു അനുഗ്രഹത്താൽ മാതാവിനോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ഇതിലൊരു കുഴപ്പവും കൂടാതെ ഇത് സർജറി കഴിഞ്ഞ് എനിക്കിവിടുന്ന് സമാധാനത്തോടു കൂടി കയറി പോകാൻ സാധിക്കണമേ എന്ന്. ആ അനുഗ്രഹം ലഭിച്ച് സർജറിയും കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് മന്ത് ന്യൂസിലൻഡിന് പോവുകയാണ്. നെക്സ്റ്റ് മന്ത് ന്യൂസിലൻഡിൽ ചെന്നു. ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ. മാതാവേ ഞാൻ ചെന്ന് 1 മാസം കൊണ്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു, 1 മാസം കൊണ്ട് എനിക്ക് ജോലി ലഭിക്കണം. ഞാൻ നവംബർ 20-ാം തീയതി ന്യൂസിലൻഡിൽ ചെല്ലുകയും ഡിസംബർ 20-ാം തീയതി എനിക്കൊരു ഫുൾ ടൈം എംപ്ലോയറെ കണ്ടുപിടിക്കാനും എനിക്ക് ഒരു ജോലി ലഭിക്കാനും സാധിച്ചു. അതിനുശേഷം ഞാൻ ജാനുവരിയിൽ എനിക്ക് അവിടുന്ന് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായി, അനീമിയ ഉണ്ടായി. ഞാൻ അവിടുന്ന് ജാനുവരിയിൽ 20-ാം തീയതി തിരിച്ചു പോരേണ്ട ഒരവസ്ഥയുണ്ടായി. ആ സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തിരിച്ച് ഞാൻ ന്യൂസിലൻഡിലേക്ക് ചെല്ലുമെന്നോ അവിടെ ജോലി ചെയ്യാൻ സാധിക്കുമെന്നോ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അവിടെയും മാതാവിനെ കൈവിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും കാശുരൂപവും എണ്ണയും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അവിടെ നിന്ന് 1.5 മാസത്തെ എൻ്റെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞാൻ തിരിച്ച് വീണ്ടും ന്യൂസിലൻഡിന് പോയി. ഇപ്പോൾ ഞാൻ 1.5 വർഷമായിട്ട് ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഫാമിലിയിൽ ഇന്ന് എൻ്റെ മോളുടെ ഈ ലാസ്റ്റ് പെസഹ വ്യാഴാഴ്ച എൻ്റെ മോളുടെ വിസ കിട്ടി. എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ പ്രോസസ്സിങ്ങിനായിട്ട് നടക്കുന്നു. ഇപ്പോൾ എനിക്ക് മാതാവ് ലഭിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അനേകായിരം നന്ദി പറയുന്നു. ഏറ്റവും ഒടുവിലായിട്ട് എനിക്ക് മാതാവ് ലഭിച്ച എൻ്റെ പ്രധാനപ്പെട്ട സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ വിസ എക്സ്റ്റൻഷനായിട്ട് ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് വിസ എക്സ്റ്റൻഷൻ ഇടുന്ന സമയത്ത് ഞാൻ വിസയ്ക്ക് വേണ്ടി പ്രോസസ്സിങ് നിൽക്കുമ്പോഴാണ് ഇമിഗ്രേഷനിൽ നിന്ന് അറിയുന്നത് ഞാൻ വെച്ചിരിക്കുന്ന OET എക്സ്പയർ ആണെന്നുള്ളത്. എൻ്റെ മുന്നിൽ ഒരു മാർഗവുമില്ലായിരുന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് ഒരു സബ്മിഷൻ ചെയ്യേണ്ടത് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം PT എക്സാമാണ്. PT എന്താണെന്നോ ഞാൻ ഇതുവരെ PT എഴുതിയിട്ടില്ല, എനിക്ക് കമ്പ്യൂട്ടർ സ്പീഡില്ല, ഒരു കാര്യങ്ങളുമില്ല. അപ്പോഴും ഞാൻ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് മാതാവിൻ്റെ ഉപ്പും എടുത്ത് 4 ദിവസത്തെ യൂട്യൂബ് ക്ലാസ്സും കണ്ട് ഞാൻ എക്സാം എഴുതി. മാതാവ് അവിടെ നല്ല സ്കോർ തന്നെ എന്നെ അനുഗ്രഹിച്ചു. 2026 വരെയുള്ള വിസ എനിക്ക് ലഭിച്ചു. മാതാവിന് 1000 നന്ദി പറയുന്നു. ഇതുകൂടാതെ ഇതിനിടയിൽ എൻ്റെ മമ്മി ഒന്ന് പാരലൈസ്ഡായി, BP കൂടി ഒരു 3 ഇയർ മുമ്പ്. മമ്മി യൂട്യൂബ് വഴി എല്ലാ ദിവസവും അച്ഛൻ്റെ ധ്യാനം കൂടുകയും ഇപ്പോഴും എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനകൾ കൂടുകയും ചെയ്യുന്നു. ഇതുവഴി അനേകായിരം നന്മകൾ മാതാവിനെ വഴി എനിക്ക് ലഭിച്ചു. എൻ്റെ മോൻ ഇപ്പോൾ +2 കഴിഞ്ഞു. +2ൻ്റെ എക്സാമിന് അവനെ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. അവൻ കാശുരൂപവും എല്ലാം പിടിച്ചാണ് പോയിരുന്നത് എക്സാമിന്. ആത്മീയപരമായിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഒത്തിരി വളരാൻ സാധിച്ചു. വ്യക്തിപരമായ പ്രാർത്ഥന എനിക്കുണ്ട്. 1/2 മണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും. ഇപ്പോൾ ആദ്യമൊന്നും എനിക്ക് അത്ര വലിയ വിശ്വാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ വിശ്വാസം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്.
ഉടമ്പടിക്ക് ശേഷം ഒരു കാര്യങ്ങളിലും അവസാന നിമിഷം വരെ നമ്മൾ നിന്നാൽ പോലും ഉടമ്പടിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ട് മാതാവ് വരുത്തിയിട്ടില്ല. എത്ര ജീവിതത്തിൽ ഈ കൊന്ത ലഭിച്ച് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ആശ്രയവുമായിട്ട് പോകുന്ന എല്ലാ വഴികളിലും മാതാവ് എനിക്ക് വിജയം മാത്രമേ തന്നിട്ടുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ഈവൻ ഇവിടുത്തെ പത്രമെല്ലാം ഞാനിവിടെ ആയിരുന്ന സമയങ്ങളിൽ ബസ് സ്റ്റാൻഡുകൾ, ഹോസ്പിറ്റലുകളിലെല്ലാം പോകുമ്പോൾ ഞാൻ അവിടെ എല്ലാം കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവിടെ ഭക്ഷണത്തിനുള്ള മാർഗ്ഗങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഈവൻ ലാംഗ്വേജ് പഠിക്കുന്ന പിള്ളേർ ആരെങ്കിലുമൊക്കെ പഠിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാറുണ്ട്. മാസം എവിടെയെങ്കിലുമൊക്കെ ഒരു 10 പേർക്കെങ്കിലും ഭക്ഷണത്തിനുള്ള പൈസ എങ്ങനെയെങ്കിലും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉടമ്പടിക്ക് ശേഷമുണ്ടായതാണ്. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ കൊണ്ടുപോകുന്നതിനും ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിന് ഞാൻ നന്ദി പറയുന്നു.